മഹാഭാരതത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തില് സുയോധനനും ശകുനിക്കും ക്ഷേത്രങ്ങളുണ്ട്, ആരാധനകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ധാരാളം പേര് വന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ചിലരൊക്കെ വളരെ പുച്ഛത്തോടെ കളിയാക്കുന്ന തരത്തിൽ ചോദിച്ചത്, ഇത്രയും ദൂരെ നിന്ന് ഹസ്തിനപുരത്ത് നിന്ന് സുയോധനനും ശകുനിയൊക്കെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളം എന്ന് പറയുന്ന കേരളം എന്ന് പറയുന്ന അന്നത്തെ സ്ഥലത്ത് വന്നോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടായിരുന്നത്. മറുചോദ്യമായിട്ട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എന്റെ മനസ്സിൽ വന്നതും ഞാൻ ചോദിക്കാതെ പോയതും ആയതുമായിട്ടൊരു ചോദ്യം എന്ന് പറയുന്നത്, രാമേശ്വരത്ത് നിന്നാണ് ശ്രീരാമനും ലക്ഷ്മണനും വാനരസേനയും കൂടി ലങ്കയിലേക്ക് രാമസേതു കെട്ടി പോയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രാമേശ്വരം വരെ അയോധ്യയിൽ നിന്ന് ശ്രീരാമനും പടയാളികൾക്കും ഒക്കെ വരാമെങ്കിൽ കേരളം എന്നിരിക്കുന്ന സ്ഥലത്തേക്ക് സുയോധനനും ശകുനിക്കുമൊക്കെ വരാം എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. മഹാഭാരതത്തിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് ഹസ്തിനപുരത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ബി ലാൽ എന്ന് പറയുന്ന ഒരു പര്യവേഷകൻ 1950കളിൽ നടത്തിയ അദ്ദേഹത്തിന്റെ സംഘം നടത്തിയ അന്വേഷണത്തിൽ ഹസ്തിനപുരത്ത് കണ്ടെത്താനായി നടത്തിയ പര്യവേഷണത്തിൽ വലിയ പ്രളയമുണ്ടായതിന്റെ അടയാളങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. മഹാഭാരതത്തിലും ഹസ്തിനപുരം പ്രളയത്തിൽ മുങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുരുക്ഷേത്രത്തിൽ നടത്തിയ വീക്ഷണങ്ങളിൽ അന്വേഷണങ്ങളിലൊക്കെ നൂറ്റാണ്ടുകളായി മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലമാണ് കുരുക്ഷേത്രം എന്നുള്ളതല്ലാതെ അതിഭയങ്കരമായ ഒരു യുദ്ധം നടന്ന ഏതൊരുവിധ അടയാളങ്ങളും ആ മണ്ണിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നെയുള്ളത് ദ്വാരക. കടലിനടിയില് കല്ലുകൊണ്ടുള്ള നിർമ്മിതികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ആ നിർമ്മിതികളെല്ലാം കൃഷ്ണന്റെ ദ്വാരകയുടേതാണ് എന്നൊരു വലിയ വിഭാഗം വാദിക്കുന്നുണ്ട്. അത് ദ്വാരകയല്ല എന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട്. എന്തെല്ലാം തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മഹാഭാരതം എന്ന ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഇതിഹാസം നടന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരും നടന്നതല്ല കഥകൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്നവരും ഒരേപോലെയാണ് എന്നുള്ളതാണ് സത്യം.